Hello, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഈസ് ദി ഇംബാച്ചി, ഹു ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഓൾട്ടർനേറ്റീവ് ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് സ്ട്രീറ്റ് അക്കാഡമിക്സ്. Bitch, I got problems stuck in my head like I've been made for the ghetto. Better not stop, cause I need another medal. Million swag dripping off my back. These devilish traits got me feeling all mellow. Hello and Dado, amigo, I know the lingo. Jenna come right here, I follow your ego. Yeah, bonjour, mon ami, let me get a little taste of the liquor with the weed, hey. On the episode, we spoke about how he got into rapping, why he left his corporate job, the problems the group faces while talking about socio-political issues, and of course, his tattoos. I had a great time talking to him and I hope you enjoy the show as much as I did. Show support ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much for all the support you've given, all the messages that you've sent me. It means a lot. And if you're watching the show on YouTube, we are also available on Spotify, Apple Podcasts, and all other streaming platforms. അപ്പോൾ ശരി, എൻജോയ് ദ ഷോ. Hey, what's up guys? Appo Imbachi is in the house. What's up brother? How are you? What's up? I'm good. How are you doing? Doing good bro. First of all ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇംബാച്ചി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? ഇതെല്ലാരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. എല്ലാരുടെയും ചെറുപ്പത്തിൽ ഒരു കോക്കാച്ചി അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? Right. അതുപോലെ എന്റെ ചെറുപ്പത്തിലും മൈ ഡാഡ് യൂസ് ടു സ്കെയർ മീ വിത്ത് ഇംബാച്ചി. ഹിസ് ഇമാജിനേഷൻ ഓഫ് the monster that he made up in his head was Imbachi. Okay. And I needed bedtime stories every time I go to bed. ഞാൻ കുറെ കാർട്ടൂണും ഇങ്ങനെ സ്റ്റോറി ആ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളായിരുന്നു. So every time my dad, I'll tell him tell me a story എന്ന് പറയുമ്പോൾ എപ്പോഴും ഹീറോസ് എപ്പോഴും മാറും, ഫാൻഡം എല്ലാം മാറി വരും, പക്ഷെ വില്ലൻ എപ്പോഴും ഇംബാച്ചി ആയിരിക്കും. അതെന്റെ മനസ്സിനെ സ്റ്റക്ക്. എന്താണ് ഈ സാധനം ഇംബാച്ചി? Everywhere he's always the villain and he's always the bad guy. So in my mind the concept that I developed was that my dad was warning me about what I was about to become later in the future എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺസെപ്റ്റ് എടുത്താണ് ഞാൻ ഇംബാച്ചി എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. ആൻഡ് ഈ ഇംബാച്ചി എന്നുള്ള പേരിന് മുന്നേ ഞാൻ ഐ saw this rap cipher where you introduced yourself as Double J or Double J. Yeah. So how, I mean, that was back in the day. So I mean, when did you decide to kind of come back to Imbachi എന്നുള്ള പേര്? എന്റെ ശരിക്കത്തെ അർജുൻ എന്നാണ്. അതിനകത്ത് രണ്ട് J ഉണ്ട്, ARJJUN. ന്യൂമറോളജി. Okay. അപ്പം and I studied French, so French double means double. Right. And J is pronounced as J, like a JY. അപ്പൊ അങ്ങനെ ഡൂബിൾ J എന്ന് വെറുതെ ഇട്ടാണ്. പിന്നെ ആ സ്ട്രീറ്റ് അക്കാഡമിക്സിന്റെ ഒരു ഭാഗമാവുമ്പോഴാണ് ഇവരെന്റെ അടുത്ത് വന്നിട്ട് പറയണ, എടാ നമ്മുടെ നാടൻ അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്കും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ച് ആ സമയത്ത് കുറെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് RJV വാസ് ലൈക്ക് MC ഇഞ്ചിപ്പുളി, ഇരുകാളി. ഇഞ്ചിപ്പുളി ഓൾവേസ് വെരി ഫണി നെയിം. ഇരുകാളി, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വന്ന അവസാനം എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു എന്റെ മനസ്സിൽ ഇങ്ങനെ എന്റെ അച്ഛൻ വിളിക്കാറുള്ളതാണ്. എന്റെ അച്ഛന്റെ മനസ്സിലൊരു സാധനം ഇംബാച്ചി. ഇംബാച്ചി സൗണ്ട്സ് നൈസ്, അങ്ങനെ വെക്കാന്നുണ്ട്. പിന്നെ ദാറ്റ്സ് വെൻ I think in 2018 October is when ഡബിൾ J എന്ന് മാറ്റി ഇംബാച്ചി എന്നാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ ഡബിൾ J ദ റാപ്പർ എന്ന് പറഞ്ഞ ഒരാൾ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം ഞാനപ്പോ വെൻ ഐ വാസ് കൈൻഡ് ഓഫ് ഡൂയിങ് സം റിസർച്ച് ഓൺ യു ആൻഡ് ലിസ്ണിംഗ് ടു സം ഓഫ് യുവർ ഓൾഡ് സോങ്സ്, ഞാൻ വിചാരിച്ചു ഇനി ആ ഡബിൾ J ഇവിടെയും യുനോ വാസ് ഹി ഹെൽപ്പിംഗ് യു ഔട്ട് വിത്ത് സംതിങ്, ആൻഡ് ഐ ഗോട്ട് കൺഫ്യൂസ്ഡ് ബിക്കോസ് ഇംബാച്ചി എന്നുള്ള പേരും ഉണ്ട്, പിന്നെ ബ്രാക്കറ്റിൽ ഡബിൾ J എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യുനോ ഐ വാസ് എ ലിറ്റിൽ കൺഫ്യൂസ്ഡ് അബൌട്ട് ഇറ്റ്. എനിവേസ്, അപ്പോൾ ഇംബാച്ചി എന്നുള്ള പേര് ഐ തിങ്ക് വെൻ ഐ വാസ് സെർച്ചിങ് ഫോർ സ്റ്റഫ് ഓൺ യൂട്യൂബ്, ഐ തിങ്ക് ഇംബാച്ചി എന്നുള്ള പേര് സ്പാനിഷ് ആൾക്കാർക്കോ എന്താണ്ടോ, ഐ തിങ്ക് ദേ ഹാവ് ദിസ് നെയിം. There's this guy who does music also. I think he does Spanish rap or something, and he's got a profile up right on right YouTube. Yeah. So I thought ഞാനിപ്പം the Imbachi എന്ന് ഒരു ലേബിൾ ചെയ്യാൻ നോക്കുന്നത്. Okay. So I think when I put my stuff, I'll probably put it as the Imbachi. Because there are other guys there. അല്ലെങ്കിൽ അവനെല്ലാം ഇപ്പൊ എന്റെ എല്ലാ വ്യൂസും എല്ലാ പ്ലേസും ഓൾ ദ കൊളാബ്സ് എല്ലാ പൈസ ആശാന മറ്റേ സ്പാനിഷ് ഇംബാച്ചിക്ക് പോണേ. That's So I have to crazy. get that sorted. Yeah. And bro, like first of all, I got into listening to your music maybe a few months back, specifically lockdown ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട്, and I found that you're very unique. The voice that you have, the way you represent yourself is really unique, and I heard running it, which was amazing, bro. I mean, great job on that. Thanks a lot. Really looking forward to more stuff. So when did you
think that, ഒരു റാപ്പർ ആവാന്നുള്ള ഒരു, മനസ്സിൽ എപ്പോഴാണ്, ലൈക്ക് ടേക്ക് മീ ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ് വെയർ I know Eminem was one of your, biggest influences. Same for me, like, Lose Yourself എന്നൊക്കെ പറഞ്ഞ പാട്ട്, that's like gotten me through so many tough times, as a kid and, in college and stuff like that. So when did you, get into rapping? Were you ever, did you ever think that ഈ ഒരു ഡ്രീം ഓഫ് ബിക്കമിങ് എ റാപ്പർ, സ്പെസിഫിക്കലി നമ്മുടെ ഈ മലയാളത്തിൽ, ഡിഡ് യു തിങ്ക് ദാറ്റ് ദിസ് വുഡ് എവർ ഹാപ്പൻ? I think there are different parts to that answer. So how I got into rapping is another story altogether. In my house, I have an elder sister who's 7 years elder to me. So in my childhood, in my household, she controls the TV. So ചേച്ചിയാണ് from HBO, Star Movies, like MTV. There's no Malayalam playing in my house. അപ്പൊ അത് വലിയൊരു പ്രശ്നമായിരുന്നു എനിക്ക് സത്യം പറയാം. ബിക്കോസ് മൈ ഫ്രണ്ട്സ് ഈ ആയിട്ട് കുറെ റെഫറൻസ് ഒക്കെ പറയും, ആ സിനിമയിൽ ഈ ഡയലോഗ്. I haven't watched that movie because my childhood was always HBO, Star Movies and all that. Right. അപ്പം and then she used to play MTV and Michael Jackson, and so it was always this എന്താ പറയാ Western media that was being fed to me as a kid. But I didn't really realize it was ചേച്ചി അങ്ങനെയായിരുന്നു. And I realize it now that പണ്ടേ മലയാളം കുറെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ MTV ഒക്കെ കണ്ടുന്ന സമയത്ത് I think in 6th standard I still remember that day I was playing football. ഞാൻ ഡിഫൻഡർ ആയിരുന്നു. അപ്പൊ ഗോൾ പോസ്റ്റിന് അടുത്ത് നിൽക്കുക. So I have this friend called Dominic. He is the RJ for Club FM right now. ഇവിടെ കൊച്ചിയിലെ Club FM RJ ആണ്. So that guy runs up to me, full കുട്ടി കളസമൊക്കെ ഇട്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ നടന്ന് വന്നിട്ട്, yo I'm Slim Shady ചട്ടപ്പട്ടി പിട്ടി പിട്ടി എന്നൊക്കെ പറയുന്നത്. What are you saying, dude? He's like, dude, this is rap, you should check it out. എന്താ Eminem ആണ്, അവന്റെ പുതിയ പാട്ടൊന്ന് സ്ലിം ഷെയ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട്, like me and my dad had this deal where he'll buy me something for 50 rupees every month. 50 rupees was my toy money that was allocated for every month. But I told him I usually get these G.I. Joes when I was a kid, so I was like, I don't want a G.I. Joe, get me this Eminem dude's cassette. എന്നൊക്കെ പറഞ്ഞ് ഞാൻ എമിനത്തിന്റെ കാസറ്റ് മേടിക്കണം. ആൻഡ് ആ സമയത്ത് കാസറ്റ് തിരിച്ചിടാൻ തന്നെ വഴിയുള്ളൂ, വേറെ പാട്ടൊന്നുമില്ല കേൾക്കാൻ. സോ ഒരു സൈഡ് കേൾക്കും, തിരിച്ചിടും, മറ്റേ സൈഡ് കേൾക്കും. ആൻഡ് ആ സമയത്ത് എമിനത്തിനകത്ത് 50 Cent and Lloyd Banks and G Unit അങ്ങനെ കുറെ കൊളാബ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് ഞാൻ, that's how I got into rap. പക്ഷെ compared to G Unit and all that, Eminem had like this, you obviously would know that Eminem has his crazy ass flows and those multi-syllable rhymes that he uses. അപ്പൊ അതൊക്കെ ഭയങ്കര, and these normal rap that you hear, ഭയങ്കര എന്തോ something that stood out for me. അപ്പൊ അങ്ങനെയാണ് ഞാൻ, I think in 8th is when I tried writing rap. It was whack. I realized that it was whack. I didn't like it. I was like, dude, this shit is whack. അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അങ്ങനെ എഴുതാൻ, and I studied guitar for like 4 or 5 years. So I used to write songs on the guitar, not rap especially. So like maybe R&B thing. റാപ്പിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ R&B മൂഡിൽ ഇങ്ങനെ ഗിറ്റാർ കളിച്ച് ഞാൻ പാടുമായിരുന്നു. I used to make Malayalam songs. There's this Malayalam song that I might release sometime in the future that a lot of people have been asking me for it, because I made that like in 2013. കൊറേ ഇപ്പോഴും കേൾക്കണാണ്. സോ എനിവേസ്, അങ്ങനെ I think in college I started writing properly. എന്താ പറയാ, നല്ല എഫേർട്ട് ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നെ 3rd year ഒരു ഇയർ ബാക്ക് ഒക്കെ അടിച്ച് ഇങ്ങനെ വീട്ടിൽ പോയി ചില്ലിയണ സമയത്താണ് I knew Vivek, our producer, who's the producer of Street Academics back in the day. അപ്പൊ അവൻ പണ്ട് റുത്തിൻ തേജ് ആയിരുന്നു, who's there in Thaikudam Bridge, who was the producer for Street Academics when Vanti Pangsrao came out. അപ്പൊ അവൻ ലീവ് ചെയ്തപ്പോഴാണ് Street Academics came in and approached Vivek asking like, can you produce എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം I happened to be that Vivek's place that day. So ഞാൻ വീട്ടിൽ നിന്ന് ചില്ല് ചെയ്യുമ്പം അന്ന് വണ്ടി മഞ്ചറൊക്കെ കണ്ടിട്ടുണ്ട്. I was also a rap fan. So I've seen that Motta who sings കാലത്തെ പല്ലിച്ച് ലച്ച് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. But this guy is walking inside the house and I'm like, വണ്ടി മഞ്ചറിലാ മൊട്ടയല്ലേ, that വണ്ടി മഞ്ചർ ഇവിടെ സെൽഫി എടുത്തോട്ടെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഫാറ്റ് ബോയ് മൊമെന്റ് അവിടെ സെൽഫി ഒക്കെ എടുത്ത്. And then I showed him what I wrote, like, dude, ഞാൻ എഴുതാറുണ്ട്. Then I showed him my rap. Like, this is good, dude. Like, ഇങ്ങനെ കുറെ he gave me pointers, ഇത് ചെറുതാക്ക്, make short lines, അങ്ങനെ കുറെ pointers ഒക്കെ തന്നു. അപ്പൊ അങ്ങനെ that's how we stayed in touch. ഇവരുടെ ജാം സെഷൻസിനൊക്കെ ഞാൻ പോവായിരുന്നു. അങ്ങനെ I literally saw Chattagaka happen in front of me, like how the whole process is. അവരെങ്ങനെ ഒരു ബീറ്റ് ഉണ്ടാക്കുക, and then all of them sitting inside a room and jamming and like putting hip hop songs for inspiration. പിന്നെ തിരിച്ച് they'll come back to Chattagaka's beat, and how that whole, like, it's like a whole universe that came out of that room. Like ഒരുമിച്ചിരുന്ന് എഴുതലും അപ്പൊ തന്നെ എഴുതാണ് ലിറിക്സ് ഒക്കെ. ഇത് 2013 ചത്തകാക്ക ഉണ്ടായ സമയത്ത്. Okay. And how old were you then? I
think I was 23 or something like that. Okay. 22, 23. No, actually 21, 89, 21 I guess, yeah. Okay. And ഇത് തേർഡ് ഇയർ മറ്റേ ഇയർ ബാക്ക് ഒക്കെ കിട്ടിയിരുന്ന സമയത്ത് യു ഹാഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് സംഹൗ തിങ്സ് ജസ്റ്റ് കെയിം ടുഗദർ. Nothing else to do. Yeah, things just happened, and I always wanted something like this to happen, but like you said, I would have never imagined that I could do this if it was not for street academics. Because അത്രയും കാലം എന്റെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ to see someone who is doing it in real life, who are doing shows, who's doing music for movies and all, അത് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നമ്മളെയും ഒരു എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് എ കൺഫർമേഷൻ ഫോർ യു സെയിങ് അത് ചെയ്യാൻ പറ്റും, അത് ജീവിക്കാൻ പറ്റും. സോ ദാറ്റ് ഫോർ മീ വാസ് ദെം. And അങ്ങനെ അവരുടെ ടച്ചിലൊക്കെ ഇരുന്നു. I used to do shows with them. I used to open for them. I've done collabs with them back in the day. Even before you were part of Street Academics, right? Even before I was part of Street Academics, yeah. And a lot of people don't know this, but my first ever verse in a Street Academics song is in Chattagaka. Oh, okay. ചത്തകാക്കയില് അവസാനം ചത്തതല്ല കൊന്നതാ. That's my first ever Street Academics. Okay. അപ്പൊ അങ്ങനെ അവിടുന്ന് അവരോട് കൊളാബ് ഒക്കെ ചെയ്ത്, and then one fine day in 2018 when I told you I was working in Bangalore. അപ്പൊ അവിടുന്ന് ബേസ്മെന്റ് ഞാൻ അറിയാലോ, ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് മറ്റേ ചത്ത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, ആ സീനിൽ പോയി ബൈക്കൊക്കെ എടുത്ത് മോനെ വീട്ടിലെത്തണം പറഞ്ഞ് അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ്, യു ആർ ആഡ് ഇൻ ദിസ് ഗ്രൂപ്പ് എന്ന് നോക്കുമ്പോൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് ഉണ്ട് ഗ്രൂപ്പിന്റെ മേളിൽ. I opened the message and I'm like, welcome to the group, Double J എന്നൊക്കെ പറഞ്ഞാൽ. I was like, dude, what the fuck, like Street Academics added me. That moment was like, എനിക്കറിയില്ല എന്താ പറയണ്ടേ. ആ ഒരു October 12th ആയിരുന്നു ദിവസം. I still remember that day. I still remember how I felt. ഞാൻ ലിറ്ററലി ഒരു മണിക്കൂർ ഇങ്ങനെ ബൈക്കിൽ ഫോൺ വിളിച്ച് telling them, dude, this is crazy, I can't believe this. So you had no intimation of this is going to happen അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം? Because after 2013 എപ്പോഴാണ്, when did you come to Bangalore to work? എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ 2013 ഒരു വർഷത്തിന് മാത്രമേ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. And then from 2009 till 19 I was in Bangalore. Okay. പിന്നെ ആ കോവിഡ് ഒക്കെ ആ സമയത്തായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നാട്ടിലേക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് പോയതാണ്. അപ്പൊ കോർപ്പറേറ്റ് ജോബിലോട്ട് എപ്പോഴാണ് കയറിയത്? 15? കോർപ്പറേറ്റ് I think 13, 14, yeah, 14, 15 or something like that. Okay. And I'm really interested to know how that experience was for you. You know, working in a corporate, and you know, like what did, like ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എന്ന് വെച്ചാൽ, ഇതിപ്പോ 8 വർഷമായിട്ട് ഐ ബിൻ വർക്കിംഗ് ഇൻ IT and it's very monotonous. Like you do it just because you have to get by എന്നുള്ള സിറ്റുവേഷനിലാണ് പലരും ചെയ്യുന്നത്. The money that comes in, you get addicted to that paycheck, and you know it's almost like a drug, right? Because നമുക്ക് അതില്ലാതൊരു ജീവിതം പിന്നെ കുറെ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ what I want to understand mainly is that what was going through your head that okay, idakka vidam, and you know I can leave my corporate job and just focus on music. Because I've like, you know, Showit, and I've spoken to a lot of artists, a lot of producers. Most of them tell me that we are not in a position right now to do this full time. എന്ന് വെച്ചാൽ വേറൊരു ജോലിയൊന്നും ഇല്ലാണ്ട്, like if you're in college, okay, but if you are at an age where you have to go pick up a job, then you have to, because മിക്ക ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഫിനാൻഷ്യലി. ഈ ഒരു യുനോ ഹിപ്പ് ഹോപ്പ് വെച്ച് അല്ലെങ്കിൽ റാപ്പ് വെച്ച് മാത്രം സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ I want to know, like 2018 when you know see this, and when you decide to leave your corporate job, like what was going through in your head at that point? I think I was lucky in a way that I had a lot of things. Even I didn't think that it was going to be something that I can live off of. പിന്നെ നീ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഈ ചത്ത് വീട്ടിൽ വന്ന് എഴുതാനൊന്നും പറ്റാറില്ല. വീക്കെൻഡ് ആണെങ്കിൽ ചില്ല് ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ പുറത്തു പോകണം. സോ there was no time literally. And I really felt like I was getting old. And I really wanted, like, I thought like if I'm doing it, I should probably do it now, not like wait till I'm past 30 and then think of, like, don't regret thinking of it later once you're old. എന്നുള്ളതില് പിന്നെ there were a lot of factors that played to it, and the manager was an asshole to me. I know, I can understand, bro. Yeah, I used to do good. I used to like hit benchmarks and do good shit and all that. But I used to be the only person who does extra work, goes on weekends, like hustle, make that money on weekends also. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ അവസാനം I had a few year back papers left. മാനേജർ ഇല്ല, പറ്റില്ല, your job is more important than your exam. അങ്ങനത്തെ ഡയലോഗ് ഇറക്കി. I still remember ഓഫീസിൽ, like there's a huge, you know how eco space is, right? Yeah. Like cubicles all around.
അതിന്റെ നടുക്ക് വന്നിട്ട് this guy is shouting at me saying this job is more important than your life, than your exam or some shit he told me. I flipped. I was like, dude, you have no I said, fuck the guy, you have no fucking idea, my life is more important than your job. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഡാർക്കായി ആ സമയത്ത്. അതൊരു വൺ ഇമ്പൾസ് വന്നു. അപ്പൊ അയാള് പെട്ടെന്ന് HR ഒക്കെ വന്ന് ലൈക്ക് കമന്റ് ചെയ്ത് ക്യൂബിക്കിൾ എന്നൊക്കെ പറഞ്ഞു. And I was like, yeah, like, see, my exams are important for me. I spent like ഡൊണേഷനും ഫീസും ഒക്കെ കൊടുത്ത് കുറെ ലക്ഷങ്ങൾ എന്റെ വീട്ടുകാർ ചെലവാക്കിയിട്ട് if you guys can't give me leave, this I'm going into like detail പോവാണ് ഇപ്പോ. Yeah, we have all the time in the world, bro. So yes, I had informed them. I wouldn't know when the timetable is coming, but I told them it will be in this time frame, so I would need leaves. So basically, they didn't give me leaves, and they said their job is more important for them than my exams. I was like, dude, no, my exams and my life is more important. This is literally my life. I don't pass this, then all those a few lakhs is gone in the drain. അങ്ങനെ സീൻ ഉണ്ടാക്കി ഞാനും കുറച്ച് ആൾക്കാരുടെ നടുക്ക് വെച്ച് ഫുൾ സീനായി. അപ്പൊ HR വന്നിട്ട് പറഞ്ഞു, ലൈക്ക് യു കെൻ ലീവ് ടുഡേ if you want, or you can stay here if you're interested. Like, I'm not interested in staying here because നിങ്ങളുടെ attitude എനിക്ക് മനസ്സിലായി. It's basically that corporate attitude where job is everything. You're like donkeys for them. Like, വേറെ ആർക്കോ വേണ്ടി പൈസ ഉണ്ടാക്കാൻ you'll get a share of it. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലായി. So basically I left and I think I had like more than 1 lakh or something saved. I was like, dude, that's okay. ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പറഞ്ഞിട്ട് I left the job, went to my college, wrote my exams, passed them all. I became an engineer. I was like, okay, that shit is done. And then, yeah, I think I said I was lucky enough because Street Academics was there and they had a lot of shows going on. Bangalore, Chennai, Delhi, and kore സ്ഥലത്ത് നമ്മൾ shows ചെയ്തിട്ടുണ്ട്. So that gave me a certain amount of income almost every month. And there was this thing called Asiaville, online. Asiaville, yes. Asiaville, yeah. So I used to do paid work for them. Almost every week I used to get paid work from them. Like, it was basically like a news and then segment പോലെ പക്ഷേ റാപ്പിന്റെ ഫോമാറ്റിൽ പ്രസന്റ് ചെയ്യാം. Their basic idea was to pitch to Spotify and all at the end. So ഇപ്പൊ അവർക്ക് സ്പോട്ടിഫൈയിൽ ഒരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, like a podcast, പക്ഷേ they were just building that to pitch to Spotify saying we can do this. So it helped both ways. They used to pay me and they used to get content for their channel. So it worked for both of us. അപ്പൊ അങ്ങനെ ഏഷ്യാവിലും ദീസ് ലൈവ് ഷോസ്, പിന്നെ ഇടയ്ക്ക് വെച്ച് സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ I don't know what it was, പക്ഷെ till corona things were popping in. Like, I could literally live off this. I could take my parents out, I could buy shit for them from music, which was something that I could never think of, പക്ഷെ it happened and I was like really happy that it turned out that way. Yeah, which is obviously amazing. കൊറോണ കഴിഞ്ഞിട്ട് കാര്യങ്ങളെ കുറച്ച് സീൻ തന്നെയാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കിയിട്ട് ഐ മീൻ ഇനിയും സ്റ്റേജ് ഷോസ് ഇതൊക്കെ വരാനായിട്ട് ഇനി എന്തായാലും നല്ല സമയം എടുക്കും. ബട്ട് യുനോ ഈ കോർപ്പറേറ്റിന്റെ സാധനം ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഐ ഹവ് നോട്ട് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹവ് ഗോട്ടൺ ഇൻ ടു ഇറ്റ് ആൻഡ് ലൈക്ക് എനിക്ക് അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ യുനോ ഹു ഹവ് ഗോട്ടൺ ഇൻ ടു ഇറ്റ് ആൻഡ് ഫിഗർഡ് എ വേ ഔട്ട് ടു യുനോ ലീവ് ആൻഡ് യുനോ സ്റ്റിൽ ബി സക്സസ്ഫുൾ ഇൻ വാട്ട് എവർ ദേ ഡു. ആൻഡ് ഇറ്റ്സ് സംതിങ് ഐ തിങ്ക് ഓഫ് എ ലോട്ട് എന്ന് വെച്ചാൽ യുനോ എങ്ങനെ ഈ ഒരു ഇൻകം നമുക്ക് യുനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യുനോ ബൈ ഡൂയിങ് ദ തിങ്സ് ദാറ്റ് യു റിയലി ലൈക്ക് ടു ഡു. ബിക്കോസ് ലൈക്ക് യു സെഡ് യുനോ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആ റെസ്പോൺസിബിലിറ്റീസും ഇപ്പോൾ ഇഫ് യു ഗെറ്റ് മാരിഡ് ആൻഡ് യുനോ ഇഫ് യു ഹാവ് കിഡ്സ് ദെൻ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഹാർഡർ ഡേ ബൈ ഡേ ടു കൈൻഡ് ഓഫ് ഗെറ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഓൺലി ഗെറ്റിംഗ് ഹാർഡർ. അപ്പം യാ ഡെഫിനറ്റ്ലി ദാറ്റ് ഡിസിഷൻ ദാറ്റ് യു ടുക്ക് ആൻഡ് ലൈക്ക് യു സെഡ് ഐ തിങ്ക് things just played out in a manner that this was like as if you had to do this and this was your thing, you know. It was the gods came together and you know figured a way out for you to you know go and do music, which is amazing. And my parents, bro, like they were supportive to a point where as long as I don't ask them for money, like they don't care if I do music and they don't care if നാട്ടുകാർ വന്നിട്ട് നാട്ടുകാരെന്ത് പറയും അങ്ങനെ ഒന്നും എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. Like you do your thing, but as long as you stand on your own feet, don't ask us for money. Like, we'll take care of ourselves. You don't have to take care of us and all that. But you stand on your own feet. Like, don't give a fuck about what people say and all that. So if you want to do music, you do music. As long as you make money and you can stand on your own feet, it's all cool. So for them to say that and give me that opportunity of, like, തലയെ കൊണ്ടേ ഭാരം വെക്കാണ്ട് നീ ജോലി എടുക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാണ്ട് എന്നെ കൊണ്ട് എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുണ്ട്. ഞാൻ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്നൊരു സാധനം പോലെ. That was
that was another blessing in disguise as well. That is definitely a big blessing because if most parents like നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് you are like you are an engineer, I'm an engineer, most of us are either going into that professional kind of field and you're expected to get that monthly paycheck എല്ലാ മാസവും to figure things out and support people, support family and all of that. And yeah, it's very unique that even your parents were kind of supportive, because that was another question that I was going to ask actually, like about your parents, because it's always it's easy to ask your kids to go and do something on the side but have your full-time job, but അത് ശരിക്കും ആ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ലൈക്ക് യു സെഡ് in the evening you don't have any energy to kind of come and do this, just like crash, eat food and crash, and then weekends you just want to chill, so it's so basically your dreams are just forgotten, it's just gone. And like your manager said, most people are that way, that they just expect, they're selfish, they get a big chunk of it and you have like a small, it's like giving you a penny out of for all the work that you do, and it's just a way for you to forget your dreams and make their dreams a reality, right? So that's what it is. But that's the whole reason why I want to ask you this and understand what is your perspective, because honestly I know a lot of people who hate doing this, and now they're not in a position to go and do something else because either they are older, they have a lot of responsibilities, onninu oru idilla. So I was very very curious when I heard that you actually worked in corporate and stuff like that. And like people who are trying to leave like a corporate job and do something on the side, passionate ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണെങ്കിൽ I think there are other sources of income that you can rely on. Like don't rely on just one source of income. Like split your, like make assets, don't buy liabilities. അങ്ങനെ കുറെ കാര്യങ്ങളെ പഠിച്ചു. Like stock market ആയാലും I trade on a regular basis. അപ്പൊ അങ്ങനെ if you have different sources of income that's coming into your like bank account every month instead of just relying on your salary, I think it helps out as well. Yeah, and I think a lot of these things എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രാക്ടിക്കൽ കുറെ സംഭവങ്ങളില്ല, ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിക്കാറുമില്ല. ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് when you start living your life, when you're like 22 you figure out what a credit card is and how shitty credit card debt is. Exactly. So I think a lot of it has to do with our education system and what we are taught. I think കുറെ പ്രാക്ടിക്കൽ സാധനങ്ങളൊന്നും we are ജീവിതം ജീവിക്കാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, which is the tough part. So I mean, amazing to hear that you've been able to get out of it and sustain yourself by doing this. So stage shows were a huge part of your revenue, right? I mean, when you were doing it. So with corona it's definitely not the same. It's definitely difficult. And this corona scene happened right after Pambaram came out, which was like one of our biggest hits. Pambaram ഇറങ്ങി കഴിഞ്ഞിട്ട് like right next month എന്താണ് ഈ കൊറോണ തുടങ്ങിയത്, പ്രോപ്പർലി ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയത്. പമ്പരം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് like minted money with the amount of shows that had come out. But എല്ലാം ക്യാൻസലും പോസ്റ്റ്പോണ്ട് ഒക്കെ ആയി. Are you guys looking at എന്ന് വെച്ചാൽ ഇപ്പോൾ just to give you an example, ഇന്നാളിൽ I had seen this thing where BTS had done like this virtual show. So are these things like coming into play in India? നമ്മുടെ ഇപ്പം പറയാന്ന് പറഞ്ഞിട്ടൊരു ആഷിക ഗോഗ് ഇറക്കിണ്ടായിരുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. Para was called, it's a music festival called Para. Ashika and Srinath Basi put that's happening maybe in December. So e composers melody എന്നൊരു സാധനം യൂട്യൂബിൽ സുഷിൻ ഷാമക്ക് ഒന്ന് പ്ലേ ചെയ്ത് കമ്പോസർ ആവുന്നത്. അപ്പൊ അതുപോലെ തന്നെ so there is an organization called KMF, Kerala Music Foundation. So അവരിപ്പം ഡിസംബറിൽ all this hip hop artists എല്ലാരെയും വിളിച്ചിട്ട് ലൈവ് ഒരു പെർഫോമൻസ് പോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ അതിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. That also happens soon. So live ഈ ഷോസ് ഒക്കെ ഈ ലൈവ് ക്യാമറയുടെ പുറകിൽ ലൈവ് തന്നെ ഉണ്ട്, അപ്ലോഡ് somewhere. A lot of what you did was initially, at least ഇപ്പൊ നോക്കുവാണെങ്കിൽ കുറെയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ആണല്ലോ. Like you have been rapping and doing a lot of your stuff in English. അപ്പോൾ at what point did you think that മലയാളത്തിലോട്ട് ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാം and focus on മലയാളം? When did that happen? I was always comfortable doing it in English, but so like I told you, and the childhood was all English movies and MTV and VH1 and all that. So I never got to see any of the Malayalam movies, and ഞാൻ മലയാളം പഠിച്ചിട്ടില്ല.
ഇത് എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയാത്ത ഒരാളാണ്. പക്ഷെ എന്റെ വൊക്കാബുലറി ഓൾ കംസ് ഫ്രം വേർഡ്സ് ദാറ്റ് ഐ ഹാവ് ഹേർഡ് ഫ്രം പീപ്പിൾ. ആൻഡ് എനിക്ക് അറിയാത്ത വാക്കുകളുടെ ഞാൻ അപ്പൊ തന്നെ ഐ ഹാവ് എ ഡയറി ദാറ്റ് ഐ റൈറ്റ് വേർഡ്സ് ഡൗൺ ഓൺ. എന്റെ ഫോണിലായാലും കുറെ വാക്കുകളുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ ഐ എം സ്ലോലി ലൈക്ക് എക്സ്പാൻഡിങ് മൈ ഹൊറൈസൺ ഓഫ് വേർഡ്സ് ദാറ്റ് ഐ ഹാവ്. പിന്നെ ഇപ്പൊ ഞാൻ വായിക്കാനും പഠിച്ചിട്ടുണ്ട്. നൗ ഐ ക്യാൻ റീഡ് മലയാളം ഫൈനലി. സോ ദാറ്റ്സ് ഓൾസോ ബീൻ ഹെൽപ്ഫുൾ. ലൈക്ക് ഏഷ്യാവിൽ വാസ് എ ബിഗ് push in that direction because അവർക്ക് മലയാളമേ വേണ്ട, അവർക്ക് ഇംഗ്ലീഷ് വേണ്ട. Correct. That helped me a lot in evolving my style of writing in Malayalam and all that, and helping me find new words and how to write and all that. Then obviously Street Academics, I have to write in Malayalam. There are English songs, but we are predominantly focusing on the Malayali crowd and like the social political issues, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെ after a point I think നമ്മുടെ നാട്ടിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യണം, ഇംഗ്ലീഷ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കുറെ ആൾക്കാരുണ്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഐ ഹാവ് ഡൺ എ ഫ്യൂ സോങ്സ്. ഒരു എംആർഡി പ്രിറ്റി നൈസ് ട്രാക്ക്, കുറെ ആൾക്കാർ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട ട്രാക്കാണ്. സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ട്രാക്ക് ടു കം ഔട്ട്. ഈ റഫ് കേട്ട പീപ്പിൾ ദാറ്റ് ഹാവ് പെർഫോംഡ് വീട്ടിലൊക്കെ ലൈവ് ആടി കൊടുക്കുക സാധനം വീട്ടൊക്കെ കിട്ടും. അപ്പം ഒരു ദൂരെ എന്ന് ട്രാക്ക് ഉണ്ട്, വിച്ച് ഓൾസോ ലൈക്ക് വെരി മെലോഡിക് ചിൽഡ് ഔട്ട് മലയാളം ട്രാക്ക്. അതും കുറെ ആൾക്കാർ വൺ റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർ ആൻഡ് റാൻഡം പീപ്പിൾ ദാറ്റ് ഐ സെൻഡ് ഇറ്റ് ടു ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് മലയാളം ട്രാക്സ് ഓൺ ആയി വരുന്നുണ്ട്. ആൻഡ് ഐ എം പ്ലാനിങ് മൈ ആൽബം റിലീസ് ഫോർ ലൈക്ക് പ്രോബ്ലി ജാൻ ഓർ ഫെബ് നെക്സ്റ്റ് ഇയർ. അപ്പൊ അതിന്റെ കൂടെ ആയിരിക്കും മോസ്റ്റ്ലി. ആ ആൽബത്തിന്റെ പ്രൊമോ ആയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ലിങ്കോ റണ്ണിംഗ് ഇട്ടൊക്കെ ഇറക്കി വരുന്നത് ഫ്രം ദി ആൽബം. So Lingo, few teasers. Yeah, Lingo like you have like hardly a minute that of the song. Is that like a trailer or is that the whole thing? No, that's like a promo. Okay. ഞാനും വിചാരിച്ചത് എന്താ ഇത്ര ഷോർട്ട്. It's really catchy and it's really amazing. Lingo എന്ന് പറഞ്ഞ ഒരു track that you've made, right? But the only problem there was that it was not long. It was very short. Yeah. I want people to wait for the full version. Okay. അതപ്പോ എപ്പോഴാണ് ഇറങ്ങുന്നത്? അത് hopefully soon. I am not revealing who it is, but I have asked someone outside of Kerala for a collab on it. Okay. That's cool. അവൻ കുറച്ച് ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. സോ when he gets അവൻ ഫ്രീ ആവാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നടന്ന there is nothing like it because he is one of the artists that I like respect in the Indian scene. And yeah, you're giving away a lot of clues now. Yeah, I don't know. Okay. Yeah. So I told him, avaനും പറഞ്ഞ ബിസിയാണ്. I told him like, dude, you agreeing for this itself is a big thing for me. സമയമുള്ളപ്പോ ചെയ്താൽ മതി. I'm ready to wait for you till December and all that. അപ്പൊ നടന്ന അവന്റെയും കൂടി ഒരു വേഴ്സും കൂടി വന്ന് സെറ്റായിട്ട് നമ്മൾ ഇറക്കും. Okay. ഈ ഏഷ്യാവില്ലും പിന്നെ ലോട്ട് ഓഫ് ദ സ്റ്റഫ് ദാറ്റ് യു ഗൈസ് ടോക്ക് അബൌട്ട് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ സംസാരിക്കുമ്പോൾ ഈ NRCയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എ ലോട്ട് ഓഫ് ദീസ് തിങ്സ്, റൈറ്റ്? ഡു യു ഗെറ്റ് a lot of hate or something because you talk about these things? നല്ല രീതിയിൽ ഈ റൈറ്റ് വിങ് സംസാരിക്കുമ്പോഴൊക്കെ നാച്ചുറലി there's a very good chance. അപ്പൊ ഞാൻ ആലോചിച്ചൊരു സംഭവമാണ്, do you get a lot of threats and people saying shit to you or commenting? A lot. And like, how are you? Initially the first episode that I ever did, അതിൽ തന്നെ നല്ല പണി കിട്ടിയതാണ്. പണ്ട് ഞാൻ ഫസ്റ്റ് ഏഷ്യാവിൽ എപ്പിസോഡ് that I ever did, അതിനകത്ത് അവസാനം വിനായകനോ നിയമദ്രോഹി എന്തോ പറഞ്ഞിട്ട് ലൈൻ, ആ വിനായകനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. വിനായകൻ was killed in police custody പണ്ട്. Not killed in police custody, he was taken to police custody and his dad was called there and asked him to slap him because he had long hair. And his dad, I think he was a Dalit, and his dad said that he wouldn't slap him because my son is a good son, just that he grows hair, so why would I want to slap him? Because that kid, it affected him traumatically so much that he went home and he hung himself and he killed himself. So that really affected me because അവന്റെ അച്ഛനെ പോലും സീൻ ഇല്ലാത്തത്, he killed himself because of the police embarrassing him. Right. So things that I speak about is not things that I'm like randomly taking news and saying about it. If I feel some inside that, oh shit, dude, that's not right what happened, and some people should know. And what can I do to change the world is through my lyrics I can like give exactly little information. There's nothing else that I can do with it. Yeah. So that's what I had in my mind. That's my thought process.
I didn't think of it as Dalit, or I knew he was Dalit, പക്ഷെ so basically when the first episode വന്നപ്പോ തന്നെ കുറെ ദളിത് ആൾക്കാര്, അംബേദ്കറിന്റെ ഫോളോവേഴ്സ് കുറെ വന്ന് കുറെ കമന്റും ഫേസ്ബുക്ക് പോസ്റ്റിൽ വൻ ചീത്ത, നീ എന്തിനമ്മേ, സോ മൈ നെയിം ഇസ് അർജുൻ മേനൻ. ആ ദിവസം ഞാൻ ഈ മേനൻ എടുത്ത് മാറ്റിയത്, എനിക്ക് കാസ്റ്റിന്റെ സാധനം വേണ്ടാണ്ട് അന്ന് അർജുൻ എംബാച്ചി നാക്കി. അന്ന് വന്നിട്ട് ഇവര് നീ എന്തിനാ മേനോനായിട്ട്, നീ നമുക്ക് സംസാരിക്കാൻ, നീ ആരാ, നിന്റെ ഒന്നും സംസാരം മറ്റേത് വേണ്ട, ഫുൾ ഞാൻ ട്രൈ ടു എക്സ്പ്ലെയിൻ ദം ത്രൂ ദി കമന്റ്സ് ബ്രോ, അങ്ങനെയല്ല ഞാൻ, ദിസ് ഇസ് മൈ ആർട്ട്, ഐ ഫെൽറ്റ് സംതിങ് ദാറ്റ് ഐ ഷുഡ് ടോക്ക് അബൌട്ട്. ഞാൻ ചെയ്തത് അല്ലാണ്ട് എനിക്ക് വേറെ ഇന്റൻഷൻ ഒന്നും ഇല്ല. ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് ക്ലൗഡ് ഔട്ട് ഓഫ് ദിസ് സംസാരിച്ചിട്ട്, ദാറ്റ്സ് നോട്ട് ഹൗ ഐ ആം. അങ്ങനെ ബേസിക്കലി ഫുൾ ഒരു ത്രെഡ് പോയി, ഫുൾ തെറിയായി. ആൻഡ് എഡിറ്റർ ഓഫ് ദ ഏഷ്യാവിന്റെ എഡിറ്റർ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ബേസിക്കലി ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് ആർ ഓൾ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഹു commented on that. So I've met a few of them directly and I told them, dude, this is me. I don't think you know me well enough to think that I would do something like that. പക്ഷേ അപ്പൊ അങ്ങനെ ആ ഫസ്റ്റ് നല്ല സീൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ that I did was about this kid who was beaten up by a drunk boyfriend of some mom. തൊടുപുഴയിൽ വെച്ചിട്ട് ഫാദർ പോലും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ, and he was a drunk guy that the mom was seeing, and he was drunk supposedly at home, and ഒരു കൊച്ചിനെ പിടിച്ച് തലയൊക്കെ എവിടേക്ക് കൊണ്ടിടിച്ച് കുറെ തല്ലി, basically he killed the kid because he was drunk. That affected, that to think about itself is fucked up. So ഏഷ്യാവിൽ അന്ന് എന്റെ അടുത്ത് പറഞ്ഞു, നീ വേറെ എന്തെങ്കിലും ടോപ്പിക് പിടിക്കുക, കുറച്ച് പീസ്ഫുൾ സാധനം പിടിക്കുന്നത് ചെയ്യല്ലേ. ലൈക്ക് നോ, this is what I'm supposed to talk about. ലൈക്ക് വേറെ സാധാരണ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം, ഇതൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തു. അതിനും കുറെ ചെയ്തായിട്ട് കമന്റ്സിലും യൂട്യൂബ് കമന്റ്സിലും എല്ലാവരുടെയും. So yeah, I think it's been a part of it. I didn't really care after a point. Yeah, I mean, like, as far as you're not, physically harmed by anyone, affected. It's or your family is not affected, I don't think it matters. But yeah, this thing where freedom of speech ഇപ്പോഴും it's so hard, right? എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ when you're trying to do something good for making people aware, like I didn't know about what you spoke about right now. Like എനിക്ക് ഈ രണ്ട് കേസിനെ കുറിച്ച് I didn't know. So the only chance for someone like me to maybe know about this is probably through your music or someone else's music, right? So it is heartbreaking that you can't open up and say what you have to say. I was going to ask you, like, how do your parents react to these kind of threats that you get and all of that? I haven't told them about the threats and all that. Okay. Because that will flip them. Exactly. Yeah. I would definitely go show them my work, saying this is what I talked about, this is what I did this week. So my dad always used to tell me, like, dude, be careful, like, നീ ഇങ്ങനെ എല്ലാം കയറി പിടിച്ച് തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. Like, there are people who are going to be offended by it. There will be a backlash. അങ്ങനെ അച്ഛനെ കുറെ ഓണൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ I haven't gone told him, ആ സീനായി ആൾക്കാർ പറഞ്ഞില്ല. Just get them married. Yeah, വീട്ടില് കുഴപ്പമൊന്നുമില്ല. They also know നല്ല കാര്യത്തിനാണെന്നൊക്കെ. പക്ഷെ they asked me to be a little careful about it. Yeah, and I think Street Academics as a group, you guys focus a lot on these kind of issues, and not just about entertainment but also about real stuff that's there, and that's so hip hop ന്റെ ഒരു ഒറിജിൻ തന്നെ ഇതിന്നൊക്കെ ആണല്ലോ, അതെന്നാണല്ലോ. അപ്പൊ പിന്നെ ഇപ്പം ഒന്നാമത്തെ കാര്യം ഈ ഗൺസ്, ഡ്രഗ്സ്, സെക്സ് കുറെ നടക്കുന്നുണ്ട്. അതായത് ഹോൾ പാർട്ട് തന്നെ അതില് ഇപ്പൊ കുറെ പോയിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ സെല്ലാണ് ഓൺ ഡ്രഗ്സ്, ഐ ഡു ലീൻ, ഐ സ്മോക്ക് ദിസ്. നമ്മുടെ സീനിൽ വരെ ഉണ്ട്. ഞാൻ ആരാന്ന് എടുത്ത് പറയണമെന്നില്ല, പക്ഷെ കുറെ ആൾക്കാർ സാധനം എല്ലാം കാണിച്ചുകൊണ്ട് നടക്കണൊക്കെ ഉണ്ട്. ദാറ്റ്സ് ദെയർ സീൻ. പക്ഷെ all I'm saying is നമ്മുടെ റിയാലിറ്റി അല്ല അത്. ലൈക്ക് യുഎസിലൊക്കെ ചിലപ്പോൾ അതായിരിക്കും അവരുടെ റിയാലിറ്റി. അവർ ലീനെ കുടിക്കും, അവർ റോട്ടിലൊക്കെ വലിച്ചോണ്ടൊക്കെ നടക്കും. പക്ഷെ നമ്മുടെ റിയാലിറ്റി അതല്ല. നമ്മുടെ റിയാലിറ്റി എന്താ, ആൾക്കാർ വിശന്ന ഒരാള് റോഡിന് സൈഡിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു അമ്മ മോനും ആരും ഇല്ലാണ്ട് നോക്കാനൊന്നും ഇല്ലാണ്ട് ആരൊക്കെ മരിച്ചൊക്കെ പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ റിയാലിറ്റി. ഓർ നമ്മുടെ കള്ളിത്തുണി എന്നുള്ള പാട്ട് ടോക്സ് ഓടാ ലുങ്കി, ദാറ്റ്സ് ആർ റിയാലിറ്റി. വി ഡോണ്ട് ഹാവ് മസറാട്ടീസ് ഓർ ഓഡീസ് ആൻഡ് ഓൾ ടു ഷോ ഓഫ്. നമ്മുടെ കയ്യിൽ ആക്ടിവ സ്കൂട്ടറും കൂടി RC 390 ഒക്കെ ഉണ്ട്. സോ ലൈക്ക് ടോക്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് ദാറ്റ്സ് ഓൾവേസ് ബീൻ സ്ട്രീറ്റ് അക്കാഡമിക്സ് ഐഡിയോളജി. ആൻഡ് നമ്മുടെ റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കുക. പിന്നെ ഒബ്വിയസ്ലി ഇപ്പം മാപ്പിള ഹാരി എന്ന് പറഞ്ഞിട്ട്, ഹാരിസ് സലീം മാപ്പിള, ഹി ഹാസ് അവനും കുറെ
ഐഡിയോളജീസ് ഉണ്ട്, കുറെ ചിന്തകളുണ്ട്. ഇങ്ങനെ അവന്റെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കണം, ഹൗ മുസ്ലിംസ് ഹാവ് ബീൻ ഓപ്രസ്ഡ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മാപ്പിള ലഹള, നേറ്റീവ് ബാപ്പ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മമ്മൂക്കയുടെ കൂടെ. And I'm sure he would have gotten a lot of hate for that also. There's no doubt. Sure, yeah. Yeah, it's, I mean, that's the thing. And it's kind of heartbreaking that as the youth, when you try to do something that's, beneficial to the society, it's, kind of, inganathe sambhaval, when you try to help people out. Yeah, it's sad. I think it's all about controlling the crowd for the government. And when the sheep starts acting rogue, it's supposed to be the sheep and pull back inside the... Exactly, yeah. So, yeah. And if social media, they've told you that you can't post like offensive things anymore, you're going to get arrested. So freedom of speech is gone. It's gone, yeah. And other concepts. All you can do right now in rap is give metaphors and സാധാരണ ആൾക്കാർ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവാത്ത നൈസായിട്ട് മീനിയെ കൊടുക്കുക. അതായത് ഇപ്പൊ എക്സ്റ്റെൻഡ്. Right. And anyways, coming to another topic of you did ഇന്നാളിൽ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ മറിയം വന്ന് വിളക്കൂട്ടി. അതില് രണ്ട് മൂന്ന് പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതില് എല്ലാ ട്രാക്കും ഞാൻ തന്നെ ചെയ്തിട്ടില്ല. ആണോ? ഞാൻ ട്രാക്സ് പോയി നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ റോണി ഇൻട്രൊഡക്ഷന്റെ ഒരു ഇത് കണ്ടു. പിന്നെ വേറെ രണ്ട് ട്രാക്കാണ് ഞാൻ കണ്ടത്. മേ ബി പേര് എഴുതിയേക്കുന്നത്. സിനിമ കാണുമ്പം like the intro, outro and the music that goes on between the movie is all mine. Okay. Tagara alle, James Tagara band ennullavaru. Tagara has done a promotional song for it, which is not part of the movie, but a promo song pole veru video cheyidittundarunnu. Allande all the songs in the movie are were done by. Like how did that opportunity come about? That came about through Street Academics. Adu Azurin, his name is Amjad. Bandi Bandra paadittullavan. Right. അംജുന് വന്നിട്ടുണ്ടായിരുന്ന ട്രാക്കാണ്. അസുരൻ ഹാസ് ഡൺ മൂവീസ് ബിഫോർ. അവൻ തമിഴ് ഇൻഡസ്ട്രിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഫ്രണ്ട്സ് വസീം മുരളിയുടെ രണ്ടുപേരാണ്, മുരളി കൃഷ്ണൻ വസീം. അസുരൻസ് ഫ്രണ്ട്സ് ഫ്രം അവന്റെ നാട്ടിൽ നിന്ന്, കാലിക്കറ്റിൽ നിന്നിട്ടുള്ളത്. അപ്പം അസുരൻ, so only me and V3K, Vivek who's a producer, are the only people who like doing this full time. ബാക്കി എല്ലാവർക്കും they have daytime job. Okay. Mapla as a doctor, Rajivan Palasyadi works, and Azuran also works in sales, just like you. He just got a new job in sales. Right. അപ്പം അവൻ അങ്ങനെ ജോലി ഉണ്ടായിരുന്നു. He didn't have time to write for Mariyam Vannu Velakkothi because they wanted an intro, outro and 3 songs in between. So there was a lot of work. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ ആ സമയത്ത് A7 ന്യൂസ് റാപ്പ് ചെയ്ത് നടക്കുകയായിരുന്നു. So he came and asked me like, do you want to do this? It's a movie. So you're interested, you can take it up. എന്നൊരു സീനിൽ ആണ് ഈ സാധനം വന്നത്. അങ്ങനെ that's how Mariyam Vannu Velakkothi happened. And the music directors Wasim and Murli are like really chilled out people. ഈ സിനിമക്കാർ ചാട അങ്ങനെയൊന്നുമില്ല, ഫുൾ കമ്പനി ആയിരുന്നു. So it was a lot of fun, working on it. അവരുടെ കാലിക്കറ്റിൽ പോയി അവരുടെ സ്റ്റുഡിയോയിലൊക്കെ പോയി റെക്കോർഡൊക്കെ ചെയ്തു. And even the director was like a new guy, so അയാൾ വന്ന് മീറ്റ് ഒക്കെ ചെയ്തു. It was a nice experience. Right. Like they treated us really well and all that. അവരുടെയും ഡെബ്യൂ അല്ലായിരുന്നു അത്? അല്ല, അവരുടെയും സിനിമ ഡെബ്യൂ ആയിരുന്നു. ഓക്കെ. ഷോർട്ട് ഫിലിംസ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് മസ്റ്റ് ഫീൽ നൈസ് അല്ലേ പടത്തിലൊക്കെ? ആ സമയത്ത് അംജു പാട്ടോ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. I want to know how it feels like, എന്തായിരിക്കും അതിന്റെ പ്രോസസ് and what you have to do and all that. So yeah, it was nice. And coming to process, right, where ഒരു interview, I think Honest Junkies, you were talking about going into that flow state and the way you work and all of that. So do you have like a daily process that you follow എന്ന് വെച്ചാൽ okay എല്ലാ ദിവസവും ഇത്രയും ടൈം എങ്കിലും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു, because now this is your full time thing, you have to find a way to make it, keep it going, right? ഞാൻ മിക്ക ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞില്ല അങ്ങനെ പ്രോസസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. But when I heard you say flow state, that kind of I really want to ask you about what is your regular process on, not daily maybe, but when it comes to I try to keep it on the daily because like you said, this is what I do. So as long as I work on my skills, and I will probably be able to earn my bread and butter from it. Up and down. If I don't have like a shoot or a meeting or a shoot, you'll be tired and the power like അല്ലാണ്ട് വീട്ടിലെ ദിവസം എവറി ഡേ when I wake up, I have this routine of making my tea and എന്തെങ്കിലും കഴിക്കുക. അല്ലെങ്കിൽ like the first thing I do is sit on writing something or listening to what I did the previous day and work on it.
So yeah, every day I try to write, bro. Like, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച റണ്ണിങ്ങിറ്റും സ്കൂട്ടും അതിന്റെ ഇതിലൊക്കെ തിരക്കായിട്ട് പോയപ്പം I couldn't really write every day, and that I could really feel the difference. പിന്നെ ഒരു 1 week കഴിഞ്ഞിട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പം ലൈക്ക് ആ പണ്ടത്തെ ഒരു ഫ്ലോ സ്റ്റേറ്റ് പറഞ്ഞ പോലെ ആ ഒരു ഫ്ലോ ഇല്ല. ലൈക്ക് സോ ഐ ഹാവ് ടു വർക്ക് ഹാർഡർ അറ്റ് ഇറ്റ്. പിന്നെ I practice freestyles every day at least for like an hour. അല്ലെങ്കിൽ ഒരു 6-7 beats എങ്കിലും ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കും. ചെയ്യാണ്ട്. So I think freestyles are also an important part of rap because കുറെ റാപ്പ് വികടകവിയൊക്കെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ ദിവസം. So whenever rappers come over, Martin had come over, Kalasha, Vaidya and all that. So whenever rappers are together, freestyles are bound to happen. Someone will play beat increases. So yeah, that's been happening. And I've been planning a lot of shit out. എന്റെ ഡോറിന്റെ പുറകിൽ കുറെ അടുത്ത വർക്കും എല്ലാം കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ so every day I allocate some time for writing, like some time for planning shit out, some time for freestyle. അപ്പൊ അങ്ങനെ ഒരു ഫുൾ ഡേനകത്ത് and I don't ഒരു 9 to 5 എന്നുള്ള സാധനമില്ല. പക്ഷെ throughout the day do get your shit done. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, ഹാവ് ഫുഡ്. ഇവിടെ എല്ലാരും വീട്ടില് I always say my friends, എല്ലാരും എല്ലാ ദിവസവും മിക്ക ദിവസവും വെള്ളോടെയും പാർട്ടിയൊക്കെയാണ്. And they always complain saying that I'm inside my room, I don't come out and sit. I'm sitting inside and working. That's not my excuse, that's the truth. Yeah. അപ്പം നമ്മുടെ എന്റെ ഫ്രണ്ട്സിന്റെ ടൗൺ റോഡ് എല്ലാവരുടെയും സ്റ്റോറി നോക്കി ഞാൻ ഉണ്ടാവില്ല. Because I'm inside my room, I'm working. And like I said, സമയമില്ല ഒന്നാമത്തെ കാര്യം. സോ ഞാനിപ്പോ എന്തായാലും ഇതിലേക്ക് ഇറങ്ങിയേക്കാണ്. സോ ഉള്ള സമയത്തില് ഡു ഇറ്റ് ടു ദ ഫുള്ളസ്റ്റ് ആസ് യു ക്യാൻ എന്നൊരു കോൺസെപ്റ്റ് ആണ് എനിക്ക്. Yeah. And I think as an artist, to keep this like when a usual person goes for a job, ഒരു 40 വർഷം അല്ലെങ്കിൽ 35 വർഷം ജോലി ചെയ്യുമെന്നുള്ളത് is kind of given, right? But artists, it is, you don't have that ഒരു flexibility to even think that surety illa that ഇത് 35 വർഷം 40 വർഷം പോകുന്നു. Because when I was speaking to GWS for example, I was asking him like how do you see this going? അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു സൈഡിലൊരു സംഭവം because he doesn't know എത്ര നാള് people will vibe to his music. So he was like, you need to find a way to kind of make ends meet even though let's say this doesn't work. But luckily for you it's been working out, which is great, which is amazing. So എനിക്കും മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയും ഒരു പേടിയും obviously ഉണ്ട്. തിങ്കിങ് ഇത് കഴിഞ്ഞിട്ട് എന്താണ്, or like all my peers who studied with me are like in team leader level, manager level. They've been promoted from where they were initially and they're getting good money. So in my head I lost like 2-3 years without working. The experience to kaanikanonnilla. In case this shit doesn't work out, I have to go back to a corporate. They'll ask me, what are we doing for the last 3 years? And I'm like, dude, I was rapping. rapper എന്ന് പറയാൻ പറ്റില്ല. So yeah, that ഒരു പേടി എപ്പോഴും ഉണ്ട്. പക്ഷേ so like I said, find new sources of income. Don't just depend on exactly. അപ്പൊ അങ്ങനെ ട്രേഡിങ്ങും ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ജീവിച്ചു പോകുന്നുണ്ട്. ഈ ഇൻ കേസ് പറഞ്ഞു അല്ല, ഇൻ കേസ് ഒരു ജോലിക്ക് ഇനി കയറാൻ ഇങ്ങനെ അവസ്ഥ, ഇപ്പൊ കോവിഡ് ആയിട്ട് നല്ല അവസ്ഥയായിരുന്നു. സോ ഈ ആൽബം ഒക്കെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ എത്താണെങ്കിൽ എനിക്ക് I won't ask my parents for money. That's given. So അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താണെങ്കിൽ maybe I'll get into a job for the time being. That's to support my music. I don't see music as the side gig. I see the job as a side gig and support exactly. my music probably. Yeah. Dude, yeah. And ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പഴയ മാനേജർ, മറ്റേ തെറി വിളിച്ച മാനേജർ, പുള്ളിക്ക് അറിയോ ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ he knows that you're doing this? Yeah, because everyone from my office messaged me saying, dude, crazy that you're doing this now. എന്റെ ടീം ലീഡർ ഞാൻ മെസ്സേജ് അയച്ചു, ബ്രോ I think you should tell his name is Damien. I think you should tell Damien that I passed my engineering exams and I'm doing pretty well. Okay. She was like, yeah, cool, dude. Yeah, I think everyone in office knows and all that. Yeah, which is amazing. Yeah, bro. So yeah, bro, that's what most of what I want to ask you. There is there's a part of the show which is called Explain the Gram. It's basically an Instagram in the രണ്ട് മൂന്ന് photos എടുത്തിട്ട് I'll ask you for more context about it. Okay, so the first one is with you and Azuran. And I'll just read the description that you've given there. Okay, it says, I was told that the gods would bless me, for the path that I had chosen was never an easy one. Little did I know that it was about to be blessed by an Azuran. So I mean, this obviously says a lot about how much this guy means to you. Yeah, so I think Azuran
would be the closest person that I am close to in Street Academics. In terms of he's been there for me in ways that I can't really explain. Physically, not physically being there, he has been physically there. But like there were times when there were like a lot of mental stress, paisa ayalum joli illa angane kore, and my relationship back then angane kore കാര്യങ്ങൾ. There was a time when I was ഒരു low ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അപ്പൊ അതിനകത്ത് to listen to me, and he was literally like a brother. He still is like a brother for me. പിന്നെ അസുരന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവൻ പച്ചയ്ക്ക് കാര്യം നോക്കി പറയും. Like there's no sugarcoating anything. If he thinks your song is bad, he'll say, dude, that shit is whack. If he thinks you did something is wrong, he'll tell you, dude, that's wrong. പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ്. Something that I respect about him is if he feels that he's wrong, he'll tell you, I reacted like that because I had this problem inside me. It's not you, it's me now. And he knows, like he's ready to admit that he's wrong. അപ്പൊ അങ്ങനെ പച്ചയ്ക്ക് തുറന്നു പറയണ there are very few people that I've met എന്റെ ജീവിതത്തിൽ. And yeah, through the Street Academics journey, he's always been there. He's always guided me to do what enda cheyande. Because like I said, I used to look up to him when Vandi Pancharanal came out. So for him to come and guide me and tell me this is what you have to do, like കുറച്ചും കൂടി പറയണ ലിറിക്സ് കുറച്ചുകൂടി ഓഡിബിൾ ആക്കി മനസ്സിലാക്കിപ്പിക്കുക, അങ്ങനെ കുറെ പോയിന്റേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്. റൈറ്റിംഗ് ആയാലും ഒരു ലൈവ് ഷോനൊക്കെ നമ്മൾ പോയാൽ എപ്പോഴും ഞാനും അസുരനായിരിക്കും. We won't be there in the gig place. പുറത്തോടെങ്കിലും ചായ കുടിച്ച് സമയമാകുമ്പോൾ ഞാൻ രണ്ടര കൂടി പതുക്കെ വരും. It was always like that. So I have this crazy bond with Azura. I don't know what it is. It's like this brotherly bond that we have. And yeah, he's helped me get through dark times. He's given like rap island, he's given me a lot of pointers and helped me be where I am right now. Yeah. അപ്പൊ അങ്ങനെ ഇപ്പം സ്ട്രീറ്റ് അക്കാഡമിക് സമയത്തും കുറെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ I go speak to him first. And he tells me to do this, and it's always been right. So he's always given me like legit advice on what I have to do. Appo anganaya, so alu is like a very important part of my life. Yeah. Ippam njan kochiyilayonde edakkedakku vili samsarikka cheyum. Pandathole kannadilla. Pande almost every week I'll be there at his house. We'll be chilling, jamming, making music and all that. So ഇതിപ്പോ നിങ്ങളുടെ സ്ട്രീറ്റ് അക്കാഡമിക്സിന്റെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂർ സ്റ്റുഡിയോ അല്ല, നമ്മുടെ ഒരു ഹോം സ്റ്റുഡിയോ പോലെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. Okay. HSRL. That's where Vivek's house is. Okay. Vivek's വീട്ടിനകത്തായിട്ട്. Yeah. That's where we recorded the whole of Loop album and all that. The whole of Loop album was home recorded. Yeah. Knows about it, yeah. Amazing. And the other one, bro, is your recent tattoo that you got from Pachakuttu, which is Eric Edward in there. And like our detail undallo adile. First of all, I'm a huge fan of, tattoos and, people who really have the skill of doing what someone like Eric is doing, okay? And idappo etra naal eduthu idu complete cheyanayittu ee oru process? Idu 2 full days eduthathu. മോർണിംഗ് till ഈവനിങ് 2 ഫുൾ. സെക്കൻഡ് ദിവസം നൈറ്റ് 11-12 വരെയൊക്കെ പോയി ഫുൾ തീർക്കാൻ വേണ്ടിയിട്ട്. But when I saw his work, I was like, okay, this guy, this is something new that I haven't seen ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിൽ എന്ന് പറഞ്ഞിട്ട്. And I met him. അവൻ പറഞ്ഞു he was trained from Aliens എന്ന് പറഞ്ഞ ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. അവരുടെ വർക്ക് ക്രേസി ആണ്. So when I heard that he's trained from Aliens, I was like, oh dude, cool. എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ. So in my head, I'm thinking tattoo artists like detail, shading, full fox, അല്ലെങ്കിൽ റിയാലിറ്റി, സെറിയലിസം, അങ്ങനത്തെ ടാറ്റു ഒക്കെ ഇഷ്ടം. അപ്പം ഞാൻ പോയിട്ട് നൈസായിട്ട് ചോദിച്ചു നോക്കി, ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു കാർട്ടൂൺസ് ചെറുപ്പത്തില്, because I used to relate to Dexter, my sister and me fighting. Yeah, exactly. I have the same thing. ടാറ്റു അടിച്ചിട്ട് ചേച്ചിനെ വിളിച്ച് ഞാൻ പറഞ്ഞത് ഇങ്ങനെ Dexter like I remember seeing Dexter with you. Like, oh crazy, she also remembers. പിന്നെ like I said, I have 18 dogs at home, so Courage was always, I used to relate to Courage thinking, oh എന്റെ like ഒരു ഡോഗ് ആയിട്ട്. അപ്പൊ ഈ Dexterഉം Courage ആയിരുന്നു like this cartoon that stuck in my head. അപ്പൊ ഞാൻ അവരുടെ പറഞ്ഞു, ബ്രോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, I don't know if you will like it because you're a tattoo artist, you would want to do like surrealism. He was like, dude, I've been looking for doing cartoon കുറെ കാലമായിട്ട്. ഫസ്റ്റ് എവരാണ് ചോദിക്കുന്നത്, no one likes doing this. Everyone wants like thug സാധനങ്ങൾ, full wolf അല്ലെങ്കിൽ പേരൊക്കെ വേണം. No one wants to do cartoons and all that. പക്ഷെ because he has a wall in Pachakut where he has like done cartoons by hand on a wall. So that's something that he has a lot of interest in. Right. അപ്പൊ അവനെന്റെ അടുത്ത്, ബ്രോ ഇതെനിക്ക് ചെയ്യണമെന്ന് കുറെ ആഗ്രഹമുള്ള സാധനമായിരുന്നു കുറെ കാലമായിട്ട്. എനിക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. Let's do it എന്ന് പറഞ്ഞത്. അങ്ങനെ
he made a design and sent it to me, and a full Didi on the button press. I told him Didi on the button press. What does this button do? Right. Button press missile ഒക്കെ പറന്നോളൂ. Yeah. അപ്പൊ താഴെ കറേജ് അയ്യോ എന്നോട്ട് ഓർഡർ ഒരു സാധനം പോലെ. അമേസിംഗ്. പക്ഷെ എന്താ അല്ലേ ഡീറ്റെയിൽ അത് ചെയ്തേക്കുന്ന അവൻ ചെയ്തേക്കണ രക്ഷയില്ല. ഷെയ്ഡിങ് ആൻഡ് കളേഴ്സ് ദാറ്റ് ഈസ് യൂസ്ഡ്, ക്യാരക്ടേഴ്സിന്റെ പുറകിൽ വന്ന ബാക്ക്ഗ്രൗണ്ടിനകത്തുള്ള റെഡും ഓറഞ്ചും സാധനങ്ങളും എല്ലാം അടിപൊളി വർക്ക് തന്നെയാണ്, ഒന്നും പറയാനില്ല എനിക്ക്. അതെ. അപ്പൊ ഇതിന്റെ അവൻ ലഞ്ച് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് കഴിക്കാണ്ട് ഫുൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. when you say 2 days, അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂറായിരിക്കും ഇതിന്റെ? does he only work on one person at a time, like is it like that? Yeah, one person at a time. Okay. Full ഒരു 12-13 hours a day രാവിലെ തൊട്ട്. ലിറ്ററലി ഞാൻ ഇരിക്കുമ്പോ ഞാൻ ആലോചിക്കാം, ലിറ്ററലി ദിസ് ഇസ് ഹൗ ടോർച്ചർ ഫീൽസ് ലൈക്ക്. ഇതായിരിക്കും ടോർച്ചർ ചെയ്ത ആൾക്കാരെ കുറിച്ച് സത്യം പറയും. I can't talk to anyone at that point. People come and ask me, ചായ വേണോ? It's like I can't talk now. Go away. Shit. Because it was that painful, especially near the bone and near the soft skin where you're these connecting soft skin and all that, right? Kneeന്റെ പുറകിലൊക്കെ അതൊക്കെ നല്ല രീതിയിൽ. So this covers your complete കാലിന്റെ full ഇത് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? It's not just one. Okay. ഇപ്പം ഒരു സൈഡേ ഉള്ളൂ, and I'm planning to cover the whole thing like a sleeve. Okay, like a sleeve. Okay. Yeah. And apart from this, how many tattoos do you have? I know you have other tattoos also. So I have a Street Academics tattoo on my back, which I got correct 1 year കഴിഞ്ഞിട്ട് ഞാൻ പോയി അടിച്ചിട്ടുണ്ട് Street Academics കയറിയിട്ട്. പിന്നെ I have this 3 കുരിശിന്റെ 3 ആണി ഉണ്ട് ഇവിടെ. I had these 3 best friends who one guy is in Canada now, one guy is in Dubai. Okay. നമ്മള് സ്പ്ലിറ്റ് ആവുന്നതിന് മുമ്പ് പാർലർ പോയിട്ട് ടാറ്റു അടിച്ചതാണ്. 3 പേരും അടിച്ചു? I have 3 പേരും on the same friendship tattoo. പിന്നെ I have my mom's signature here and my dad's signature behind my arms. അതേ ഇപ്പൊ എത്ര ഉള്ളൂ. പിന്നെ ഇനി അടിക്കാൻ പ്ലാൻ ഉണ്ട്. What do your parents think about tattoos? They are cool. My mom was like, why do you have to go through so much pain? Like that's a lot of pain that you have to go through. That's cool. I like it. It's definitely art. So yeah. It's just, and you see your body as a canvas, and pinna in my head the cartoons ഒക്കെ finally the end game of it is ഞാൻ വയസ്സായിട്ട് ഒരു കാലത്ത് ഓർമ്മയൊക്കെ പോകും. So when I washing my body and see the cartoon, I'm like, oh, I used to watch this back in the day. ഒരു റിയലൈസേഷൻ പിന്നെ വയസ്സായിട്ട് എല്ലാം കിട്ടിയ അടിപൊളിയായിരിക്കില്ലേ? അതുകൂടി ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു സംഭവമല്ലേ, ലൈക്ക് യു നോ വാട്ട് വിൽ ദിസ് ലുക്ക് ലൈക്ക് വെൻ യു ഓൾഡ്. ലൈക്ക് I can somehow never relate to that when people say that, because I don't know, it doesn't make any sense to me. Like why would you even worry about what would it look like when you're old? Like it's basically a memory, right? Like you said, this is childhood, and whenever you look at that, you go back to those days, which is what you're trying to do. Which is the basic point of it. Basic point of it, yeah. And bro, like I saw a lot of free verses that you posted on Instagram ലാണെങ്കിലും കുറെ കണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്രീ സ്റ്റൈലും ഫ്രീ വേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Free style is when you're like going on the top of my head, right? ആ സാധനമാണ് ഫ്രീ സ്റ്റൈൽ. ലൈക്ക് നേരത്തെ എഴുതിയൊന്നും അല്ല, എന്താ പറയാ, put a beat and like അപ്പം മനസ്സിൽ വന്ന കാര്യങ്ങള് ബീറ്റിന്റെ മേളിൽ lay down ചെയ്യുക. And it won't be as accurate, or for me at least, my freestyles are not as good as my free verses. Free verses are something that if ഒരാൾ എനിക്കൊരു beat challenge എന്തെങ്കിലും അയച്ചെന്നാൽ I'll probably sit and write like in a day or in 2 hours or something. അപ്പൊ അതിന് കുറെ എഫർട്ട് ഒന്നും കൊടുത്ത് അങ്ങനെ ഒരു സോങ് പോലെ ആക്കി എടുക്കാനുള്ള ഒരു എഫർട്ടും കൊടുത്തിട്ടില്ല. എന്നാ like I want to do a good job for the beat that someone will send me എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 hours ഇരുന്നൊരു സാധനം എഴുതും. അപ്പൊ അങ്ങനെയാണ് അതിനെ ഫ്രീ വേഴ്സ് എന്ന് ഇടാൻ തുടങ്ങിയത്. And it was mostly these beat challenges. I think in the lockdown സമയത്ത് കുറെ ആൾക്കാർ beat challenges വന്നിട്ടുണ്ട്. കള്ളശാല തുടങ്ങിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ so for me to say freestyle would be wrong, because it's not freestyle. It's something that I have pre-written. So it's not pre-written to an extent where I've like made inner meanings to it, or there are hidden meanings to it. Hidden meanings to one that I've done Kalasha and കുറെ ഉണ്ട്. പക്ഷെ even ഡാം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നതിന് പക്ഷെ ഫ്രീ വേഴ്സ് ഇസ് ബേസിക്കലി സംതിങ് ദാറ്റ് യു പ്രീ റിട്ടൺ, പക്ഷെ കുറെ സമയം എടുക്കാണ്ട് പെട്ടെന്ന് എഴുതിയ ഒരു സാധനം പോലെയാണ്. സോ ഇറ്റ്സ് നോട്ട് റിയലി ഫ്രീ സ്റ്റൈൽ, പക്ഷെ ഇറ്റ്സ് നോട്ട് റിയലി എ ഫുൾ പവർ റിട്ടൺ സോങ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ വേഴ്സ് ദാറ്റ് യു റിട്ടൺ ഫോർ ദാറ്റ് ബീറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഹുക്കും ഇതൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വൺ വേഴ്സ്. Yeah, just that verse. Yeah. Okay. Amazing, bro. And what do you have coming up, like for the audience who's watching, something that a lot of these like ഞാൻ ഒരുപാട് പേരോട് ചോദിക്കപ്പെടുള്ളൂ, എല്ലാവരും പറയും ലൈക്ക്, ഓ ബ്രോ അത് പറയാൻ പറ്റില്ല കാരണം വേറെ ആരെങ്കിലും കൂടെ കൊളാബ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ. So is there something you can say that you know that you can say that's coming out soon? There are a lot of things coming out.
Okay, something that I'm excited about is, do you know this rapper called MC Cooper? Yes, MC Cooper, yeah. Yeah, MC Cooper. Yeah, so I have a song with Cooper coming out Oh, hopefully wow. soon. Amazing. Yeah, so Cooper is another artist who I like because he has his own style, is what I feel. അവനവന് സ്വന്തം സ്റ്റൈൽ ഉണ്ട്, അവനവന് സ്വന്തം there's something different about him. I don't know what it is, പക്ഷേ he has his own style, his own way of doing things. He has his own way of making his hooks and his verses, and very witty in his lines. There are punchlines, and I don't know, something about him that I like a lot. The way he writes and the way he spits his delivery and all that. So I've been looking forward to working with Cooper കുറെ കാലമായിട്ട്. അപ്പൊ ഇതുപോലെ ഒരു ദിവസം കള്ളഷാ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. I'm sitting and chilling with കള്ളഷാ. ഞാനൊരു എഴുതി ബീറ്റ് കൊടുത്തു. കള്ളഷാ ബീറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. ആ സാധനമൊക്കെ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് ഇവിടെ തന്നെ മൈക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും നടത്തി. എന്നിട്ട് I was telling ഇവിടെ ഇതില് കൂപ്പർ സെക്കൻഡ് ഭാഗം ചെയ്ത് അടിപൊളിയായിരിക്കും. I haven't spoken to him yet. But I want to speak to him. I like his music. Kalash was like, dude, I was at Cooper's house yesterday and he wanted to speak to you. He said he wanted to do a song with you. I'm like, oh, cool. Shit. That's crazy. Like, let's get it done. അങ്ങനെ we went and met Cooper that day. അങ്ങനെ സാധനം ഓണാക്കി. So yeah, that song is something that I'm excited about because Kalash's വേറെ level. The beat is also something else. Cooper's was something else. What I have done is something different from what I've done usually. So beat നോക്കിയാലും കൂപ്പറിനെ നോക്കിയാലും എന്റെ സാധനം നോക്കിയാലും it's like a whole package. So if we can make Downtrodden would be doing the video for it. If Downtrodden can pull off like a crazy video for it, I think it'll be a whole package. Right. So that's something that I'm excited about. Amazing, bro. ബാക്കി ഇറങ്ങാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇറങ്ങുമ്പോ തന്നെ ഇറങ്ങുമ്പോ അറിയാലോ. Yeah. Amazing. So anyways, bro, thank you so much for taking your time out to do this. Hey, thank you so much for And yeah, we look forward to listening to more of your music, and all the best for everything that's coming out. And Thank you so much. whenever you're in Bangalore or when I'm in Kochi, we'll definitely meet up. Yes, definitely meet up. Yes. Cool, bro. For Thank sure. you so much. All right. Yeah. Thank you.